എല്ലാ സഹോദരങ്ങൾക്കും ഈ ദൈവവചന പഠനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം അരുളുന്നു. ദൈവത്തിന് മനുഷ്യരോടുള്ള സഹിഷ്ണുതയെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. വി കൺസിഡർ ഗോഡ്സ് പേഷ്യൻസ് വിത്ത് പീപ്പിൾ. പ്രാരംഭമായിട്ട് ദൈവവചനത്തിൽ നിന്നും ഒരു വചനം അത് സംബന്ധിച്ച് വായിക്കാം. 1 കൊരിന്ത്യർ 13 അധ്യായം 4 വചനം. 1 Corinthians chapter 13 verses 4 and 5 we can read. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഇവിടെ വളരെ മനോഹരമായി അഗപ്പെ എന്ന് പറയുന്ന ഉന്നതമായ ദൈവസ്നേഹത്തെക്കുറിച്ചാണ് ഈ ഭാഗത്ത് നാം വായിക്കുന്നത്. ആദ്യം സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. ലവ് ഈസ് പേഷ്യൻ്റ്. ക്ഷമിക്കുന്നു എന്നതിന് ക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ ആശയം. ലവ് ഈസ് പേഷ്യൻ്റ്. സ്നേഹം, ദൈവസ്നേഹം മനുഷ്യരോട് സഹിഷ്ണുത കാണിക്കുന്നു എന്നാണ് അതിൻ്റെ ആശയം. ലവ് ഈസ് പേഷ്യൻ്റ് ആൻഡ് ലവ് ഈസ് കൈൻഡ്. ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരോട് സഹിക്കുന്നതാണ്, സഹനം കാണിക്കുന്നതാണ്, അത് കരുണയുള്ളതാണ് എന്നിങ്ങനെയുള്ള വാക്യങ്ങൾ നാം വായിച്ചല്ലോ. നമുക്കെല്ലാവർക്കും അതിനോട് യോജിപ്പാണ്. ദൈവം നമ്മോടൊക്കെ വളരെ പേഷ്യൻ്റാണ്. വളരെ ക്ഷമയോടെ നമുക്കായി ദൈവം കാത്തിരിക്കുന്നു. നാം തിരിച്ചു വരാൻ, മടങ്ങി വരുവാൻ ദൈവം കാത്തിരിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ സഹനം അഥവാ സഹിഷ്ണുതയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം സഹനമുള്ളവനാണ്, നമ്മോട് ക്ഷമയോടെ കാത്തിരിക്കുന്നവനാണ്. എന്നാൽ അതേ കാര്യം ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ലേ? നാമും മറ്റുള്ളവരോട് ഇതുപോലെ സഹിഷ്ണുതയുള്ളവരായി, പേഷ്യൻ്റായി ഇരിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് ഈ ചിന്തയുടെ പുറകിലുള്ള ഒരു ചോദ്യം. ആ ഒരു ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സഹനത്തെക്കുറിച്ച് നമുക്ക് അല്പം ചിന്തിക്കാം. ദൈവം എങ്ങനെയാണ് സഹനമുള്ളവനായി മനുഷ്യരോടൊക്കെ, നമ്മോടൊക്കെ ദീർഘക്ഷമ കാണിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. നാം എല്ലാവരും അത് യോജിക്കുന്നു. ദൈവം സഹനമുള്ളവനാണ്, നമ്മോട് സഹിഷ്ണുത കാണിക്കുന്നു. എന്നാൽ അതെങ്ങനെയാണ് വെളിപ്പെടുന്നത്? ദൈവത്തിൻ്റെ സഹനവും സഹിഷ്ണുതയും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ സഹനത്തിൻ്റെ തെളിവ് ദൈവം ശിക്ഷിക്കുവാൻ ദൈവം കാലതാമസം വരുത്തുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സഹനത്തിൻ്റെ അടയാളം. ദ എവിഡൻസ് ഈസ് ദാറ്റ് God lovingly delays judgment. മനുഷ്യരോടുള്ള ബന്ധത്തിൽ ഓരോ തെറ്റിനും അന്നേരം ശിക്ഷിക്കാതെ, അന്നേരം ശിക്ഷ വിധിക്കാതെ, പണിഷ്മെൻ്റ് കൊടുക്കാതെ ദൈവം സ്നേഹത്തോടെ അതിന് കാലവിളംബം വരുത്തുന്നു. ഗോഡ് ഈസ് വെയിറ്റിംഗ്. ദൈവം കാലതാമസം വരുത്തുന്നു. ക്ഷമയോടെ, സ്നേഹത്തോടെ ദൈവം വളരെ സഹനം കാണിക്കുന്നു, സഹിഷ്ണുത കാണിക്കുന്നു. അതാണ് നാം 2 പത്രോസ് 3 അധ്യായം 9 വാക്യം വായിച്ചാൽ അവിടെ അത് കാണാൻ സാധിക്കും. 2 Peter chapter 3 verse 9 നോക്കുക. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഗാഡ് ഈസ് ലോങ് സഫറിങ്. ഗാഡ് ഈസ് പേഷ്യൻ്റ്. ഇത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയാണ്. ആരും അവരുടെ പാപങ്ങളിൽ നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം കാത്തിരിക്കുന്നു. ഗാഡ് ഈസ് വെയിറ്റിംഗ് പേഷ്യൻ്റ്ലി. മനുഷ്യർ മാനസാന്തരപ്പെട്ട് തങ്ങളുടെ ജീവിതങ്ങളെ ശരിയാക്കി തൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുമോ എന്ന് ദൈവം നോക്കി കാത്തിരുന്നുകൊണ്ട് ദൈവം സഹനത്തോടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അതൊക്കെ നമ്മുടെ അനുഭവമാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ എത്രയോ കാലങ്ങൾ ദൈവം നമ്മോട് ഈ വർഷങ്ങളിലൊക്കെ സഹിഷ്ണുത കാണിച്ചു. ഗോഡ് ഹാസ് ബീൻ വെരി പേഷ്യൻ്റ് വിത്ത് അസ് ഓൾ. നാം എല്ലാവരും അത് സമ്മതിക്കും.
എന്നെനിക്ക് യാതൊരു സംശയവുമില്ല. ഇവിടെ നാം വായിച്ച് പത്രോസ് പറയുന്നത് പോലെ ആരും നശിച്ചു പോകരുത് എന്നുള്ള ഉദ്ദേശത്തോടെ മനുഷ്യർ മാനസാന്തരപ്പെടണമെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നു. അവിടുന്ന് വളരെ സഹനമുള്ളവനായിരിക്കുന്നു. നമുക്ക് വേണ്ടി ദൈവം കാത്തിരിക്കുന്നു. അതെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്വഭാവമാണ്. 2-3 കാര്യങ്ങൾ അതിനെ ചേർത്ത് പറഞ്ഞാൽ, പാപ വഴികളെ വിട്ട് തിരിഞ്ഞ് ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്കും ദൈവികമായ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്കും മനുഷ്യർ തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹത്തോടെ ദൈവം സമയം കൊടുക്കുന്നു. ദൈവം മനുഷ്യർക്ക് സമയം വീണ്ടും വീണ്ടും കൊടുക്കുകയാണ്. അതിൻ്റെ ഉദ്ദേശം മനുഷ്യർ മടങ്ങി വരണം എന്നുള്ളതാണ്. നാം ബൈബിളിൽ വായിക്കുന്ന മറ്റൊരു വചനമുണ്ട്. അതായത് ദൈവം കോപത്തിന് താമസമുള്ളവനാണ്. ദൈവം പെട്ടെന്ന് ആരോടും കോപിച്ച് ശിക്ഷിക്കുന്നില്ല. ഗോഡ് ഈസ് സ്ലോ ടു ആങ്കർ. നമുക്ക് 2 വചനങ്ങൾ അത് സംബന്ധിച്ച് വായിക്കാം. ഇത് സംബന്ധിച്ച് ബൈബിളിൽ നിരവധി ഭാഗത്ത് വചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 2 നമുക്ക് വായിച്ചു നോക്കാം. പുറപ്പാട് പുസ്തകം 34 അധ്യായം 6-7 വചനങ്ങൾ നോക്കാം. Exodus chapter 34 verses 6 and 7. യഹോവ അവൻ്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ, പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഒരു വശം മാത്രമല്ല, 2 വശങ്ങളുണ്ട്. ദൈവത്തിന് സഹനവും ക്ഷമയുമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ക്ഷമയെ വിലമതിക്കാതെ മനുഷ്യർ വീണ്ടും വീണ്ടും ദൈവത്തെ അവഗണിച്ച് മുമ്പോട്ട് പോയാൽ ഒടുവിൽ ദൈവം ശിക്ഷ വിധിക്കുകയും കൽപ്പിക്കുകയും ചെയ്യും, ശിക്ഷ കൊടുക്കുകയും ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവം കോപിക്കുവാൻ വളരെ താമസമുള്ളവനാണ്. ഹി ഡിലേസ് ഹിസ് ആങ്കർ. ഹി ഈസ് വെരി സ്ലോ ടു ആങ്കർ. ദൈവം കോപിക്കുവാൻ വളരെ താമസമുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും കൂടെ ഒന്ന് പരിശോധിക്കുകയും, ഞാൻ എവിടെ നിൽക്കുന്നു? ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യുകയും കോപിക്കുകയും പെട്ടെന്ന് ശിക്ഷ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആളാണോ? അതോ മറ്റുള്ളവരോട് സഹിഷ്ണുതയും ക്ഷമയും കാണിക്കുന്നുണ്ടോ? എനിക്ക് കോപത്തിന് താമസമുണ്ടോ? യാക്കോബ് അപ്പോസ്തലനും അത് പറയുന്നുണ്ട്. ഏത് മനുഷ്യനും കോപത്തിന് താമസമുള്ളവനായിരിക്കട്ടെ, സ്ലോ ടു ആങ്കർ. ഇനിയും 103-ാം സങ്കീർത്തനം എടുക്കാം. അതിൻ്റെ 8-ാം വാക്യം, Psalm 103 verse 8. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. ദൈവത്തിൻ്റെ സ്വഭാവമാണ് ഇവിടെ നാം കാണുന്നത്. അവിടുന്ന് വളരെ പേഷ്യൻസ് ഉള്ള ഒരു ദൈവമാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം ദൈവം കോപത്തിന് താമസമുള്ളവനാണ്, ദൈവം മനുഷ്യർക്ക് സമയം കൊടുക്കുന്നു, സഹിഷ്ണുത കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ്റെ തിന്മകളെയും പാപങ്ങളെയും ദൈവം സമ്മതിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത്. സാരമില്ല എന്നിങ്ങനെ പറഞ്ഞ് പാപത്തെ അനുവദിക്കുകയല്ല ദൈവം ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് ആൻ അപ്രൂവൽ ഓഫ് സിൻസ്. മനുഷ്യൻ്റെ പാപത്തിന് ദൈവം ഒരിക്കലും അപ്രൂവൽ കൊടുക്കുന്നില്ല, അംഗീകാരം കൊടുക്കുന്നില്ല. മറിച്ച് ദൈവത്തിൻ്റെ സഹനവും ദീർഘക്ഷമയും സഹിഷ്ണുതയും അവിടുത്തെ കരുണയുടെ അടയാളമാണ്. ഗാഡ് ഈസ് മേഴ്സിഫുൾ. ദൈവം കരുണ കാണിക്കുന്നു. അതുകൊണ്ടാണ് നമ്മോട് സഹനം കാണിച്ച് നമുക്ക് സമയം നീട്ടിത്തരുന്നത്. അതുപോലെ ദൈവം കാര്യങ്ങളെ ഒരു ഇൻഡിഫറൻ്റായിട്ട് എങ്ങനെ വന്നാലും സാരമില്ല, എനിക്കറിഞ്ഞുകൂടാ, എങ്ങനെയെങ്കിലും ആകട്ടെ എന്ന് പറയുന്ന ഒരു ദൈവമല്ല. ദൈവം ഇൻഡിഫറൻ്റ് അല്ല. കാര്യങ്ങളെ ശരിയായ നിലയിൽ ബാലൻസ്ഡായിട്ട് നോക്കിക്കാണുകയും ശിക്ഷ കൊടുക്കേണ്ട സമയത്ത് ദൈവം ശിക്ഷ കൊടുക്കുകയും ചെയ്യുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. നമുക്ക് ബൈബിളിലേക്ക് തിരിയാം. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ചില ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവത്തിൻ്റെ ആ ദീർഘക്ഷമ, മനുഷ്യരോടുള്ള അവിടുത്തെ സഹനം, അതിനെക്കുറിച്ച് ചില ദൃഷ്ടാന്തങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് നോഹയെക്കുറിച്ചാണ്. നോഹയുടെ കാലത്തെ തലമുറ വളരെ ദോഷം നിറഞ്ഞ, പാപത്തിൽ ജീവിക്കുന്ന, വളരെ
മോശമായി ജീവിച്ച ഒരു തലമുറയായിരുന്നു. അവർ വളരെ അധപ്പതിച്ചു എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള അധപ്പതിച്ച ആ കാലത്ത് ദൈവം നോഹയെ തിരഞ്ഞെടുത്തു. നോഹയ്ക്ക് കൃപ ലഭിച്ചു. എന്നാൽ നാം നോഹയെക്കുറിച്ച് വായിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് വായിക്കുമ്പോൾ 1 പത്രോസ് 3-ാം അധ്യായം 19-ാം വചനം നോക്കുക. 1 Peter 3:19. അവൻ ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ഇത് യേശു പോയി പ്രസംഗിച്ച കാര്യം ആണ് ഇവിടെ പറയുന്നത്. നോഹ പെട്ടകം ഒരുക്കുകയും നോഹ ജനങ്ങളോട് മുന്നറിയിപ്പ് കൊടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന കാലങ്ങളിലൊക്കെയും ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നു. God was patiently waiting for the people to repent. നോഹയുടെ പ്രസംഗം കേട്ട് അവർ മാനസാന്തരപ്പെട്ടെങ്കിൽ ഈ ജലപ്രളയം വരുത്താതിരിക്കാം എന്നാണ് ദൈവം ചിന്തിച്ചത്. അവിടെ നാം വായിക്കുന്നു, ദൈവം വളരെ ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. എ പേഷ്യൻ്റ്ലി വെയിറ്റിംഗ് ഗാഡ്. ആ ദൈവത്തിൻ്റെ സ്വഭാവം ഇന്നും മാറിയിട്ടില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവം അതാണല്ലോ. രണ്ടാമത് ഇസ്രായേൽ ജനങ്ങളുടെ ചരിത്രമാണ്. അവർ മരുഭൂമിയിൽ ഏതാണ്ട് 40 വർഷങ്ങൾ അലഞ്ഞുഴന്ന് നടന്നു. ദൈവത്തോടുള്ള അനുസരണക്കേടും ഒക്കെ കാരണമായിരുന്നു അത് സംഭവിച്ചത്. അവരെക്കുറിച്ച് നാം ചിന്തിച്ചാൽ, ഈ ജനം അവർക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും കൃപയും ഒന്നും വിലമതിക്കാതെ അവർ മത്സരികളായി മാറി. അവർ വിഗ്രഹങ്ങളെ സേവിക്കുവാൻ തിരിഞ്ഞു. അവർ എപ്പോഴും പിറുപിറുപ്പുകാരായിരുന്നു. ദൈവം നൽകിയ നന്മകളിലൊന്നും അവർക്ക് തൃപ്തി ഉണ്ടായില്ല. ദേ വർ മർമറേഴ്സ്. അതുപോലെ ദൈവത്തിൻ്റെ വചനത്തെ കാര്യമായിട്ട് എടുക്കാതെ, അനുസരിക്കാതെ, ആ വചനത്തെ അതിലംഘിച്ച് അനുസരണക്കെട്ട് നടക്കുന്ന ഒരു ജനതയായിരുന്നു. നീണ്ട 40 വർഷങ്ങൾ ദൈവം ആ ജനത്തോട് വളരെ സഹനം കാണിച്ചു. ഗോഡ് വാസ് മെർസിഫുൾ ടു ദം. ആ ജനത്തെ, അവരുടെ അടുത്ത തലമുറയെ ദൈവം കനാനിലേക്ക് പ്രവേശിപ്പിച്ചു. ഇസ്രായേൽ ജനങ്ങളുടെ ചരിത്രത്തിലുടനീളം അവർ തെറ്റിപ്പോകുന്ന ഒരു ജനമായിട്ടാണ് ബൈബിൾ അവരെക്കുറിച്ച് പറയുന്നത്. അവർ നല്ലവരും എല്ലായ്പ്പോഴും എല്ലാം നല്ലതായിട്ട് ചെയ്യുന്ന ആളുകളുമായിരുന്നില്ല. നമുക്കും അതൊരു മാതൃകയും പ്രോത്സാഹനവുമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉള്ള തെറ്റുകളും കുറവുകളും ദൈവം പലപ്പോഴും അത് കണക്കിലെടുക്കാതെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എന്തിനാണ് കാത്തിരിക്കുന്നത്? നാം മടങ്ങി വരണം, നമ്മുടെ ജീവിതങ്ങളെ തിരുത്തണം, കാര്യങ്ങളെ ഒന്ന് ശരിയാക്കണം. അതിനുവേണ്ടിയാണ് ദൈവം കാത്തിരിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കുകയും, ദൈവമേ, എവിടെയാണ് ഞാൻ തിരുത്തപ്പെടേണ്ടത്? എവിടെയാണ് ഞാൻ കാര്യങ്ങൾ ശരിയാക്കേണ്ടത്? എവിടെയാണ് ഞാൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമല്ലാതിരിക്കുന്നത്? എന്നെ കാണിക്കണമേ. മേക്ക് മീ എ ബ്ലെസ്സിങ് ടു അതർ പീപ്പിൾ. പ്രാർത്ഥിക്കാമോ? അപ്പോൾ ദൈവത്തിൻ്റെ ആ സഹനത്തിലേക്ക്, സഹിഷ്ണുതയിലേക്ക്, പേഷ്യൻസിലേക്ക് നമുക്ക് കടക്കുവാൻ സാധിക്കും. മൂന്നാമത്തെ പഴയ നിയമത്തിലെ ദൃഷ്ടാന്തം യോനയും നിനവേക്കാരായ ജനങ്ങളും എന്നുള്ള ആ വിഷയത്തിലാണ്. നമുക്ക് നോവയുടെ കാര്യം അറിയാമല്ലോ. യോനയെ പ്രസംഗിക്കുവാനായിട്ട് ദൈവം നിയോഗിച്ചയച്ചുവെങ്കിലും യോന അങ്ങോട്ട് പോയില്ല. എന്നാൽ ഒടുവിൽ ദൈവം ഇടപെട്ടു. യോന അങ്ങോട്ട് പോയി, അവിടെ ചെന്ന് പ്രസംഗിച്ചു. അതിൻ്റെ ഫലമായി ആ നിനവേ നഗരത്തിലുള്ള രാജാവ് തുടങ്ങി സകല ജനങ്ങളും അവരുടെ തിന്മകളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും അനുതപിച്ച് പ്രാർത്ഥിച്ചു. ദൈവം അവർക്ക് വരുത്തും എന്ന് ആദ്യം പ്രസ്താവിച്ച ആ ദുരന്തം അവർക്ക് വരുത്തിയില്ല. അവിടെ ദൈവത്തെ കരുണയുള്ള, സഹനമുള്ള ദൈവമായിട്ടാണ് നാം കാണുന്നത്. അതിൽ യോനയ്ക്ക് അതൃപ്തിയുണ്ടായി. അവൻ കോപിച്ചു. ഞാൻ പറഞ്ഞതുപോലെ കാര്യം നടന്നില്ല, നിനവേ നഗരം നിർമൂലമാകുമെന്ന് ഞാൻ പ്രസ്താവിച്ചു, അത് സംഭവിച്ചില്ല. അപ്പോൾ യോനയ്ക്ക് അനിഷ്ടമുണ്ടായി. എങ്കിലും ദൈവം ആ ജനത്തോട് സഹനം കാണിച്ചു. യോനയുടെ പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യം. ദ ബുക്ക് ഓഫ് ജോന ചാപ്റ്റർ 4:11. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ദൈവം ചോദിച്ചു. ഇവിടെ ദൈവം ആ ജനങ്ങളോട് സഹതാപം കാണിച്ചു. അവർ നശിച്ചു പോകാതെ അവർ തിരിഞ്ഞു വരുന്നുവെങ്കിൽ, മാനസാന്തരപ്പെട്ടാൽ അവർക്ക് വരുത്തുമെന്ന് ദൈവം പ്രസ്താവിച്ച ആ ദോഷം വരുത്താതെ വണ്ണം ദൈവം മനസ്സു മാറ്റി എന്നാണ് ഇവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലുടനീളം ദൈവം മനുഷ്യരോട് സഹനം കാണിക്കുന്നു
എന്നുള്ളതാണ് നാം ഇതുവരെ മനസ്സിലാക്കിയത്. ഇനി പുതിയ നിയമത്തിലേക്ക് വരാം. ഞാൻ വേഗം ചില കാര്യങ്ങൾ പറഞ്ഞു പോകാം. കൂടുതൽ വചനങ്ങൾ എടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം എടുത്താൽ അവിടെ മുടിയനായ പുത്രനെ കാണാൻ സാധിക്കും. ദ പ്രോഡിഗൽ സൺ, അല്ലെങ്കിൽ ധൂർത്തപുത്രൻ എന്നും അയാളെക്കുറിച്ച് പറയാറുണ്ട്. ഈ ധൂർത്തപുത്രൻ, ഈ മകൻ എല്ലാം നശിപ്പിച്ചു. അപ്പൻ്റെ സ്വത്തെല്ലാം താൻ വാങ്ങിച്ചുകൊണ്ട് പോയി, എല്ലാം നശിപ്പിച്ചു. അത് കഴിഞ്ഞ് അവന് ഞെരുക്കമുണ്ടായപ്പോൾ, അവന് ഭക്ഷണം കിട്ടാതെ വിശന്ന് വലഞ്ഞപ്പോൾ അവൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു. മടങ്ങി വന്നപ്പോൾ എന്താണ് കാണുന്നത്? ഈ മകന് വേണ്ടി കാത്തിരിക്കുന്ന, സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുവാൻ കൈകൾ നീട്ടി ഇരിക്കുന്ന ഒരു പിതാവിനെയാണ് ഈ മകൻ കണ്ടത്. എ ലവിങ് ഗ്രേഷ്യസ് ഫാദർ, എ വെയിറ്റിംഗ് ഡാഡി. ഈ മകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവിനെയാണ് അവിടെ സകലവും നശിപ്പിച്ച ആ ധൂർത്തനായ മകൻ കണ്ടെത്തിയത്. പ്രിയപ്പെട്ടവരെ, ഈ പിതാവിൻ്റെ സ്വഭാവം, ഈ മകനെ സ്വീകരിക്കുന്ന, അവന് വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം നമ്മോടും ഇങ്ങനെയാണ്. നാമും മടങ്ങി വരണം എന്നും പിതാവിൻ്റെ സ്നേഹത്തിലേക്ക്, ഭവനത്തിലേക്ക് മടങ്ങി വരണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെക്കുറിച്ച് നിങ്ങൾ അനുദപിക്കുന്നവരാണോ? അതോ സാരമില്ല, ഞാൻ ഓൾറൈറ്റാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള ഒരു നിലപാടിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? ദൈവത്തിൻ്റെ അടുത്ത് വരാം. അവിടുന്ന് ക്ഷമയോടെ, സഹനത്തോടെ കാത്തിരിക്കുന്നു. ഹീ ഈസ് വെയിറ്റിംഗ് ഫോർ അസ് ലവിങ്ലി. നമുക്ക് മടങ്ങി വരാൻ ഇന്ന് സമയമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എത്ര കഠിനമാണെങ്കിലും, എത്ര വിഷമം പിടിച്ചതാണെങ്കിലും, ഈ പിതാവ് കാത്തിരിക്കുന്നു, സ്നേഹത്തോടെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ അവിടുന്ന് കാത്തിരിക്കുന്നു. യു ഹാവ് ഹോപ്പ്. ഗാഡ് ഈസ് വില്ലിംഗ് ടു ആക്സെപ്റ്റ് യു ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഹീ ഈസ് വെയിറ്റിംഗ് ഫോർ യു. രണ്ടാമത്തേത്, ഫലം കൊടുക്കാത്ത അത്തിവൃക്ഷത്തിൻ്റെ ആ ദൃഷ്ടാന്തമാണ്. അത് ലൂക്കോസ് 13-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അവിടെ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അതിൽ ഫലമൊന്നും കണ്ടില്ല. അതുകൊണ്ട് ഉടമസ്ഥൻ തോട്ടം സൂക്ഷിപ്പുകാരനോട് പറഞ്ഞു, അവിടുത്തെ കൃഷി ചെയ്യുന്ന ആ ആളോട് പറഞ്ഞു, ഈ അത്തിവൃക്ഷം വെട്ടിക്കളയുക. ഞാൻ എത്ര വർഷമായി നോക്കിയിട്ടും അതിലൊരു ഫലവുമില്ല. എന്നാൽ ഈ തോട്ടത്തിൻ്റെ തോട്ടക്കാരൻ, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത്. തോട്ടക്കാരൻ ഉടമസ്ഥനോട് പറഞ്ഞു, യജമാനോട് പറഞ്ഞു, അയ്യോ യജമാനെ, പ്ലീസ് ബി പേഷ്യൻ്റ്, ഒന്ന് കാത്തിരിക്കുക, 1 വർഷം കൂടി അനുവദിക്കണമേ. ഞാൻ അതിൻ്റെ ചുറ്റും കിളച്ച് വളമിടാം, ചിലപ്പോൾ കായ്ച്ചെന്ന് വരും. അങ്ങനെയെങ്കിൽ അതിനെ വെട്ടിക്കളയേണ്ട ആവശ്യമില്ല. ഇത് ദൈവം നമുക്ക് വേണ്ടി ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. 1 വർഷം കൂടെ നിൽക്കട്ടെ, 1 വർഷം കൂടെ നിൽക്കട്ടെ. ഫലം കായ്ച്ചില്ലെങ്കിൽ, നിവൃത്തിയില്ലെങ്കിൽ ഒടുവിൽ വെട്ടിക്കളയാം. അതാണ് ദൈവത്തിൻ്റെ നിലപാട്. എന്നെ നിങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ നിലപാട് അതാണ്. 1 വർഷം കൂടെ നമുക്ക് വേണ്ടി ദൈവം നീട്ടിത്തന്നു. അങ്ങനെ പ്രിയപ്പെട്ടവർ, എത്രയോ വർഷങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നീട്ടിത്തന്നിരിക്കുന്നു. നാമൊക്കെ ഇപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വയസ്സുള്ളവരായി ഇന്നും ദൈവത്തോട് ഒക്കെ ചേർന്ന് ജീവിക്കുവാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയെ, സഹനത്തെ നിങ്ങൾ വിലമതിക്കുമോ? ഒടുവിലായി പുതിയ നിയമത്തിൽ നിന്ന് 3-ാമത്തെ ദൃഷ്ടാന്തം, അത് ദൈവദാസനായ അപ്പോസ്തലനായ പൗലോസിൻ്റെ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹം തൻ്റെ ആത്മകഥ എന്നോണം തൻ്റെ സാക്ഷ്യം പറയുകയാണ്. 1 തിമോത്തിയോസ് 1-ാം അധ്യായം 15-ഉം 16-ഉം വചനങ്ങൾ നമുക്ക് നോക്കാം. 1 Timothy chapter 1 verses 15 and 16. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. വളരെ മനോഹരമായിട്ടാണ് ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തി വ്യക്തമാക്കുന്നത്. എനിക്ക് കരുണ ലഭിച്ചു. ഐ റിസീവ്ഡ് മേഴ്സി. അതായത് ദൈവം തൻ്റെ സകല ദീർഘക്ഷമയും പേഷ്യൻസും ഈ പാപികളിൽ ഒന്നാമനായ എൻ്റെ ജീവിതത്തിലാണ് പ്രദർശിപ്പിച്ചത്. എനിക്ക് നിങ്ങൾക്കും അങ്ങനെ പറയാൻ സാധിക്കുമോ? ദൈവമേ, ഞാൻ ഈ നാട്ടിലുള്ള, ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെക്കാളും അധപ്പതിച്ച പാപിയായ വ്യക്തിയായിരുന്നു. എന്നാൽ അവിടുന്ന് എന്നോട്
സകല മനുഷ്യർക്കും കൊടുത്തതിനേക്കാളും കൂടുതൽ സഹനവും ദീർഘക്ഷമയും പേഷ്യൻസും എൻ്റെ അടുത്ത് കാണിച്ചു. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ കരുണാപാത്രമായി ഇന്ന് ദൈവമകനായി ദൈവമകളായിരിക്കുന്നത് എന്ന് ഇന്ന് രാത്രി പറയാൻ സാധിക്കുമോ? നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാം. God showed his mercy to me. He showed his patience in me. എന്നോട് വളരെ സഹനം കാണിച്ചു. എന്നിൽ സകല ദീർഘക്ഷമയും പേഷ്യൻസും സഹിഷ്ണുതയും എന്നോട് ദൈവം കാണിച്ചു. ആ സാക്ഷ്യം പൗലോസിന് മാത്രമല്ല, ഇന്ന് ഞാൻ നിങ്ങളും പ്രിയപ്പെട്ടവരെ പറയേണ്ട ഒരു സാക്ഷ്യമാണ്. ഞാൻ ഈ ചിന്ത ചുരുക്കി പറയട്ടെ, അതിൻ്റെ ഒരു ഉപസംഹാരത്തിലേക്ക് വരികയാണ്. നാം ഈ പറഞ്ഞ കാര്യം, അതായത് ദൈവത്തിൻ്റെ മനുഷ്യരോടുള്ള സഹനം, പേഷ്യൻസ്, അത് നിങ്ങളോട് എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അത് യാഥാർത്ഥ്യമായിരിക്കുന്നത് എന്ന് ചിന്തിക്കാമോ? ഹൗ ഡസ് ഇറ്റ് അപ്ലൈ ടു യു? ദൈവം ദീർഘക്ഷമയുള്ളവനാണ്, മനുഷ്യരോട് സഹിഷ്ണുത കാണിക്കുന്നവനാണ്, കരുണയുള്ളവനാണ്, എല്ലാം ശരിയാണ്. എന്നാൽ എനിക്കതുമായിട്ട് എന്താ ബന്ധം? ഹൗ ഡസ് ഇറ്റ് അപ്ലൈ ടു മീ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്: ഞാൻ നിങ്ങളും നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. നമ്മുടെ പിതാവ് ദൈവമാണ്. യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വാസമർപ്പിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ പിതാവായ ദൈവം അധികാരം, അവകാശം കൊടുത്തു. അങ്ങനെ നാമും ഒക്കെയും, ഞാനും നിങ്ങളും ദൈവമക്കളായി തീർന്നവരാണ്. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഈ ഒരു സത്യം നാം മറന്നു പോകരുത്. മക്കൾ എല്ലായ്പ്പോഴും അമ്മയപ്പന്മാരെയാണ് മക്കൾ പ്രതിനിധാനം ചെയ്യുന്നത്. അവരുടെ ആ രീതിയും രൂപവും അവരുടെ മുഖഛായയും എല്ലാം മക്കളിലേക്ക് പകർന്നു കിട്ടുന്നു. അതുപോലെ പിതാവായ ദൈവത്തിൻ്റെ ഈ സ്വഭാവം, അതായത് മനുഷ്യരോടുള്ള അവിടുത്തെ സഹനവും സഹിഷ്ണുതയും പേഷ്യൻസും മക്കളായ എന്നിലും നിങ്ങളിലും ഇക്കാലത്ത് ഉണ്ടായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ദൈവം നമ്മുടെ പിതാവാണ്, നാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ദൈവത്തിൻ്റെ ആ സ്വഭാവം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതൊരു കൽപ്പനയായിട്ടാണ് യാക്കോബ് 5:7-8 നാം വായിക്കുന്നത്. ജെയിംസ് ചാപ്റ്റർ 5:7-8. എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിക്കുവിൻ. ബി പേഷ്യൻറ്റ്. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിക്കുവിൻ. ദാറ്റ് ഈസ് ദ കമാൻഡ്മെൻറ്റ്. കൽപ്പന അതാണ്. ബി യു ഓൾസോ പേഷ്യൻറ്റ്. നിങ്ങളും ക്ഷമയോടെ ജീവിക്കുക, മറ്റുള്ളവരോട് സഹനം കാണിക്കുക, സഹിഷ്ണുത കാണിക്കുക. ചുറ്റുമുള്ള മനുഷ്യരോട്, അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നവരോട് വീണ്ടും 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 മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഉപദേശം കൊടുത്തിട്ടും പിന്നെയും തെറ്റിപ്പോകുന്ന ആളുകൾ നമുക്കറിയാം. വീണ്ടും വീണ്ടും തങ്ങളുടെ മടയത്തരം ആവർത്തിക്കുന്ന മനുഷ്യരുണ്ട്, തെറ്റ് ചെയ്യുന്നവരുണ്ട്. അവരോടൊക്കെ ഇവിടെ യാക്കോബ് വഴി ദൈവം പറയുന്നു, നിങ്ങളും മറ്റുള്ള മനുഷ്യരോട്, നിങ്ങളുടെ ചുറ്റുമുള്ളവരോട്, തെറ്റ് വീണ്ടും വീണ്ടും ചെയ്യുന്നവരോട് നിങ്ങൾ സഹനം കാണിക്കുക. അവരോട് കുറച്ചുകൂടെ പേഷ്യൻ്റ് ആയിരിക്കുക. അവർക്കും നിങ്ങൾക്ക് കിട്ടിയതുപോലെ 1 വർഷം കൂടെ നീട്ടിക്കൊടുക്കുക. മേ ബി അവർ ശരിയായി വരും എന്നുള്ള ഒരു വിശ്വാസത്തോടെ. ഞാൻ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ആരംഭിക്കണം. നമ്മുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളോട്, ഭാര്യയോട്, ഭർത്താവിനോട്, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് സഹനം കാണിച്ച് തുടങ്ങുക. അവിടെയാണ് സഹനം തുടങ്ങേണ്ടത്. എല്ലാ നല്ല സ്വഭാവങ്ങളും വീട്ടിലാണ് തുടങ്ങേണ്ടത്. ആകയാൽ വീട്ടിൽ ആരംഭിക്കാം. നിങ്ങളുടെ സ്പൗസിനോട്, പേരൻസിനോട്, അടുത്ത ബന്ധുക്കളോട്, വീട്ടിലുള്ളവരോടൊക്കെയും അവരോട് കുറച്ചുകൂടെ ഒന്ന് സഹനം കാണിക്കുക. ബി പേഷ്യൻറ്റ് വിത്ത് ദം. പിന്നെ സഭയിൽ വരുമ്പോഴും അവിടെയും സഹനം കാണിക്കണം. നമ്മുടെ കൂടെയുള്ള വിശ്വാസികൾ, ദൈവമക്കൾ എല്ലാവരും ആരും ഒന്നും പെർഫെക്റ്റ് ആയവരല്ല, എല്ലാം തികഞ്ഞവരല്ല. അവർ വീണ്ടും വീണ്ടും തെറ്റ് ആവർത്തിക്കുന്നവരാണ്, ശരിയാകാൻ സമയമെടുക്കുന്നവരാണ്. അതുകൊണ്ട് സഭയിൽ നേതൃത്വം കൊടുക്കുന്ന സഹോദരങ്ങളും എല്ലാ സഹോദരങ്ങളും മനുഷ്യരോട്, മറ്റുള്ളവരോട് കരുണ കാണിക്കണം. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, അവരെ ആരെയും പെട്ടെന്ന് നിങ്ങൾ എഴുതി തള്ളരുത്. പ്ലീസ് ഡു നോട്ട് റൈറ്റ് ഓഫ് പീപ്പിൾ ക്വിക്ക്ലി. വീണ്ടും അവർക്ക് കുറച്ചുകൂടെ അവസരം കൊടുക്കുക, ക്ഷമ കൊടുക്കുക. ദൈവത്തിന് നിങ്ങളോടുള്ള ആ മഹാവലിയ സഹനത്തെ, പേഷ്യൻസിനെ നിങ്ങളൊന്ന് വിലമതിക്കണം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്രീഷിയേറ്റ്
ഗാഡ്സ് പേഷ്യൻറ്റ് ടുവേർഡ്സ് യു. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്കും ആ സഹനം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവർക്ക് പങ്കിട്ട് കൊടുക്കുവാനും അവരെ സഹിക്കുവാനും വഹിക്കുവാനും സാധിക്കും. ലവ് ബെയർസ് ഓൾ തിങ്സ്. അതാണ് നാം വായിച്ച അധ്യായത്തിൽ 1 കൊരിന്ത്യർ 13 വായിക്കുന്നത്. സ്നേഹം എല്ലാം പൊറുക്കുന്നു, എല്ലാം സഹിക്കുന്നു. അത് മനുഷ്യരുള്ള ബന്ധത്തിലാണ്. മറ്റുള്ളവരുടെ എല്ലാ സ്വഭാവങ്ങളെയും ഒക്കെ സഹിച്ചും വഹിച്ചും പോകുന്നതാണ് ദൈവസ്നേഹം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. മറ്റു മനുഷ്യരോട്, വിശേഷിച്ചും അവർ തെറ്റിപ്പോകുമ്പോൾ, അവർ തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും പറയുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുമ്പോൾ, തെറ്റായി ഇടപെടുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ ശരിയായി വരുമെന്ന് വിശ്വസിക്കുക. നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ, നിങ്ങളിൽ അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവരെ തിരുത്താൻ സാധിക്കും. ദൈവത്തിൻ്റെ ഈ മഹാവലിയ സഹനത്തെ, നമ്മോടുള്ള പേഷ്യൻസിനെ നമുക്ക് വിലമതിക്കാം. മറ്റുള്ളവർക്കും അത് കൊടുക്കാൻ നമുക്ക് ഇടയാകട്ടെ. മറ്റുള്ളവർക്കായിട്ട് പ്രാർത്ഥിക്കുകയും അവരെ വഹിക്കുകയും സഹിക്കുകയും ചെയ്യാം. എനിക്കും ആ സഹിഷ്ണുത നൽകണമേ. മറ്റ് ആരെയും എഴുതി തള്ളിക്കളയാതെ അവരോട് അല്പം കൂടെ സഹനം കാണിക്കുവാനും അവർ നന്നായി വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും എനിക്ക് ആവശ്യമായ ജ്ഞാനം നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിശ്ചയമായും ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഈ വഴിയിൽ നടത്തും എന്ന് വിശ്വസിക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.